കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നല്ല നാടൻ സ്റ്റൈലിലുള്ള പരിപ്പ് ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു പാന് വെച്ച ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽമുളകിന്റെയും വെളുത്തുള്ളിന്റെയും കളർ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും കണ്ടുപോകുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വറ്റൽമുളകിന്റെയും വെളുത്തുള്ളിന്റെയും കളർ ഇതുപോലെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇട്ട് വഴറ്റാണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്നൊന്ന് മൂത്ത് വരണം. ഇപ്പൊ ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പൊ നമ്മുടെ ജീരകം നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കില്ല ആ പരിപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 3 ടീസ്പൂൺ തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പ് വേണം. അപ്പൊ ഞാനത് 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 ടീസ്പൂൺ തുവരപ്പരിപ്പിന് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നാണ് വേണ്ടത്. അപ്പൊ അതും ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറുപ്പ് ഉഴുന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഏതാണെങ്കിലും 1 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പരിപ്പും ഉഴുന്നിന്റെ ഒക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ഏകദേശം ഒരു 5 to 6 മിനിറ്റോളം നമ്മൾ വഴറ്റുമ്പോഴേക്കും നമ്മുടെ ആ പരിപ്പിന്റെ കളറൊക്കെ മാറി ഇതുപോലെ കിട്ടണം. കളർ മാറി വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു നെല്ലിക്ക സൈസിൽ കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് കളർ ചേഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല. വഴറ്റി കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ ഈ തേങ്ങ ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ നോട്ടിഫിക്കേഷന്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ വറ്റൽമുളകൊക്കെ മാറ്റി വെച്ചല്ലോ, ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്നൊന്ന് ചൂട് ആറി തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഇത് മിക്സിയിലല്ല ഇട്ട് അരയ്ക്കുന്നത്, അമ്മിക്കല്ലിലാണ്. അപ്പൊ അമ്മിക്കല്ല് വാങ്ങി വെച്ച് കുറെ ആയി, നമുക്ക് ഇതിലൊന്നും അരയ്ക്കാനുള്ള ഒഴിവ് കിട്ടുന്നില്ല. അപ്പോ ഞാനിത് സൺഡേ ആണ് ഇതൊന്ന് പരിപ്പ് ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ വിചാരിച്ചു ശരി, നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒഴിവ് ദിവസമാണല്ലോ, ഇന്ന് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്ക് ഈ അമ്മിയിലാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ കമന്റ് ചെയ്യണേ. എനിക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് അർജന്റിനായിട്ട് അരയ്ക്കുമ്പോഴൊക്കെ മിക്സി തന്നെയാണ് എളുപ്പം. പക്ഷെ നമ്മുടെ ആ ഒരു ടേസ്റ്റില്, പഴയ ഒരു ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അമ്മിയിലൊക്കെ അരച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പാകത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു അമ്മിക്കല്ല് വാങ്ങി വെച്ച് കുറെ ദിവസമായി. അത് ഉപയോഗിക്കാണ്ട് ഇടയ്ക്ക് എപ്പോഴോ 2 പ്രാവശ്യം ഉപയോഗിച്ചു എന്നല്ലാണ്ട് അത് ഉപയോഗിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സൺഡേ ആയിട്ട് നമുക്ക് ഇതില് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പൊ നമ്മുടെ ചട്നിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ പരിപ്പ് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോ ഇട്ടുകൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു നുള്ളു കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. പരിപ്പാണല്ലോ, അപ്പൊ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള അരപ്പ് കൂടി നമുക്കിത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായി പോവരുത്. നന്നായിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോവല്ലേ. ഇതുപോലെ ഞാൻ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഒരുപാട് നൈസാക്കി അരച്ചു പോകരുത്, കുറച്ച് തരുതരെന്ന് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് തെളിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുളിയും എരിവും അതുപോലെ തന്നെ ആ ഒരു പരിപ്പിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വറുത്തെടുത്തിട്ട് അരയ്ക്കുമ്പോ ആ ഒരു മണവും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് കഞ്ഞി ആയാലും ചോറിനായാലും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, എരിവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് കഞ്ഞിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല കഞ്ഞിന്റെയും കപ്പിന്റെയും കൂടെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.